ശബരിമല അയോധ്യ വിഷയങ്ങൾ പരാമർശിക്കാതെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രമേയം. ശബരിമല സുവർണ അവസരമാണെന്ന് സംസ്ഥാന ബി.ജെ.പി പറയുമ്പോഴും ദേശീയ നേതാക്കളുടെ പ്രസംഗത്തിലും പ്രമേയത്തിലും ശബരിമലയെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. ഇതോടെ ശബരിമല വിഷയം എന്തുകൊണ്ട് പ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾ വരും ദിവസങ്ങളിൽ വിശദീകരിക്കേണ്ടിവരും. ശരത്തിന്റെ റിപ്പോർട്ട് കാണാം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സുവർണാവസരമെന്ന് കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾ ആവർത്തിക്കുമ്പോഴും ഈ ഒരു നിലപാടിനൊപ്പം നിന്നുകൊണ്ട് ദേശീയ നേതൃത്വം ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കന്മാർക്ക് യാതൊരു പിന്തുണയും നൽകുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് ബി.ജെ.പി ദേശീയ കൗൺസിൽ പാസാക്കിയിരിക്കുന്ന രാഷ്ട്രീയ പ്രമേയം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശവും ഇന്ന് പാസാക്കിയ രാഷ്ട്രീയ പ്രമേയത്തിൽ ഉണ്ടായില്ല. പ്രമേയത്തിൽ പരാമർശം ഉണ്ടായില്ല എന്ന് കൂടാതെ നരേന്ദ്രമോദിയും അമിത്ഷായും കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ പ്രസംഗങ്ങളിലും യാതൊരു പരാമർശവും ഇത് സംബന്ധിച്ച് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഈ രീതിയിൽ വിശ്വാസികളെ കേരളത്തിൽ തെരുവിലിറക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ബി.ജെ.പി എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രമേയം, പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുന്ന പ്രമേയത്തിൽ എന്തുകൊണ്ട് ശബരിമല വിഷയത്തെ പരാമർശിച്ചില്ല എന്ന് കേരളത്തിലെ ബി.ജെ.പി നേതാക്കന്മാർ വിശദീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇതോടെ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു പ്രതിസന്ധി ഇനി വരും ദിവസങ്ങളിൽ കേരളത്തിലെ ബി.ജെ.പി നേതാക്കന്മാർ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതേ നിലപാട് തന്നെയാണ് അയോധ്യ വിഷയത്തിലും കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അമിത്ഷാ പ്രസംഗിച്ചപ്പോഴും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാണ് ആഗ്രഹമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും കൃത്യമായി നിലപാട് പറയേണ്ടുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ അയോധ്യ വിഷയത്തെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. ഇതിന് പിന്നിലുള്ള കാരണമായി പൊതുവെ വിലയിരുത്തുന്നത് ഒന്ന്, നേരത്തെ ബി.ജെ.പി നടത്തിയ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ബി.ജെ.പി സംഘപരിവാർ അനുകൂല സംഘടനകൾ ഓർഡിനൻസ് കൊണ്ടുവരുമെന്നും രാമക്ഷേത്രം ഉടൻ നിർമ്മിക്കുമെന്നും ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഈ രീതിയിൽ ഏതെങ്കിലും പരാമർശം അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണെങ്കിൽ, ഏതെങ്കിലും വിധേന ഒരു പരാമർശം ഉണ്ടാവുകയാണെങ്കിൽ ഈ രണ്ട് വാഗ്ദാനങ്ങളുടെ പുരോഗതി എത്രത്തോളമായി എന്നുള്ള ഒരു ചോദ്യത്തിനും ബി.ജെ.പിക്ക് മറുപടി പറയേണ്ടി വരും. അതിനാലാണ് ബോധപൂർവം അയോധ്യ വിഷയത്തിലും ഇപ്പോൾ ഇത്തരമൊരു മൗനം ബി.ജെ.പി സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ശബരിമല വിഷയത്തിലും അതുപോലെ തന്നെ അയോധ്യ വിഷയത്തിലും കൃത്യമായി മൗനം പുലർത്തുകയാണ് ബി.ജെ.പിയുടെ ദേശീയ കൗൺസിൽ ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് യാതൊരു ഉറപ്പും ഈ വിഷയങ്ങളിൽ ബി.ജെ.പി നൽകാൻ വേണ്ടി തയ്യാറല്ല. അതേസമയം ഈ വിഷയങ്ങളെ വികാരപരമായി നിലനിർത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് വിഷയങ്ങളെ വോട്ടാക്കി മാറ്റുക, ഈ ഒരു വളഞ്ഞ വഴിയിലുള്ള നീക്കമാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ ഈ രണ്ട് വിഷയങ്ങളിൽ കൃത്യമായി നിലപാട് പറയാൻ ബി.ജെ.പി മടിച്ചു നിന്നത്. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്ക് പിന്തുണയുമായി കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മേൽനോട്ട ചുമതലയുള്ള വിരമിച്ച സുപ്രീം കോടതി ജസ്റ്റിസ് A.K. പട്നായിക്. അലോക് വർമ്മയ്ക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിൽ തെളിവുകളില്ലെന്നും CVC റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തന്റേതല്ല എന്നും A.K. പട്നായിക് വ്യക്തമാക്കി. അതേസമയം കൽക്കരി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥൻ ഭാസ്കർ കുൽദേവിനെ പ്രതി ചേർക്കാനുള്ള അലോക് വർമ്മയുടെ നിർദ്ദേശം CBI റദ്ദാക്കി. വിവരങ്ങൾ ഹരീഷ് നൽകും. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് A.K. പട്നായിക് അലോക് കുമാറിന് പിന്തുണയുമായി വന്നതോടുകൂടി തന്നെ മോദി സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. A.K. പട്നായിക് ആയിരുന്നു ഈ വിഷയത്തിൽ CVCയുടെ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല വഹിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം തന്നെ വ്യക്തമായി തന്നെ പറയുന്നു, അലോക് വർമ്മയ്ക്കെതിരെ ഇത്രയും തെളിവുണ്ടെന്ന് പറയുമ്പോഴും അതൊന്നും ശരിയായ തെളിവുകളല്ല. അദ്ദേഹത്തിനെതിരെ ഇത്രയും ആരോപണം ഉണ്ടെങ്കിൽ തന്നെ പക്ഷെ പല കാര്യങ്ങൾക്കും തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നെല്ലാം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടുകൂടി തന്നെ മോദി സർക്കാർ കടുത്ത രീതിയിലുള്ള പ്രതിസന്ധി പോയിരിക്കുകയാണ്. മോദി സർക്കാർ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് തന്നെ യോഗം ചേരുകയും ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതാധികാര സമിതി പെട്ടെന്ന് യോഗം ചേർന്നുകൊണ്ട് അലോക് കുമാർ വർമ്മയെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഇത്രയും തിരക്കുപെട്ട് മാറ്റേണ്ട സാഹചര്യം ഇല്ലെന്ന് ഈ പറയുന്ന A.K. പട്നായിക് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ വ്യക്തമായ ഗൂഢാലോചന കേന്ദ്ര സർക്കാരുണ്ട്, അല്ലെങ്കിൽ മോദിക്കുണ്ട്. വലിയ രീതിയിലുള്ള നിഗൂഢതയും ഈ വിഷയത്തിലുണ്ടെന്ന് എടുത്തു പറയേണ്ടി വരും. എന്തായാലും CBI കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ CBI റഫാൽ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. മോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനുമെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ നടപടി സ്വീകരിച്ചു. അതിന്റെ പശ്ചാത്തലത്തിലാണ് മോദി സർക്കാർ ഇത്രയും പെട്ടെന്ന് തിടുക്കത്തിൽ അദ്ദേഹത്തെ മാറ്റ നടപടി ചെയ്തതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അങ്ങനെയായിരുന്നു ഇത്രയും കാലത്തെ വാർത്ത. പക്ഷെ ഇനി നമുക്ക് കോൺഗ്രസിന്റെ ആരോപണം എന്ന് മാത്രം പറയാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം ഇതിൽ വ്യക്തമായ അജണ്ടയുണ്ട്, വ്യക്തമായ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഈ വരുന്ന ജനുവരി 31 അദ്ദേഹത്തിന്റെ അലോക് കുമാർ വർമ്മയുടെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാവുന്ന സാഹചര്യമാണുള്ളത്. അദ്ദേഹത്തിന് 20 ദിവസം മാത്രമേ ഒരു ഔദ്യോഗിക കാലാവധി പൂർത്തീകരിക്കാൻ വേണ്ടതുള്ളൂ. കാരണം ഇന്നലെ ഉച്ചയോട് കൂടിയാണ് അദ്ദേഹം രാജിവെച്ചത്. അപ്പൊ ഇന്നലത്തെ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ 20 ദിവസം കൃത്യമേ അദ്ദേഹത്തിനുള്ളൂ. പക്ഷേ ആ 20 ദിവസം പോലും നൽകാൻ മോദി സർക്കാർ തയ്യാറാവാത്തത് വ്യക്തമായ ഒരു
ഒരു നിഗൂഢതയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ഇപ്പോൾ എന്തായാലും AK പട്നായിക്കിന്റെ ഒരു പ്രസ്താവനയുടെ വിശദമായി തന്നെ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ AK പട്നായിക് പ്രധാനമായി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അയക്കുന്ന ചൗധരിക്കെതിരെ തന്നെയും അലോക് കുമാർ വർമ്മ പല കാര്യങ്ങളും തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും പറയുന്നു. അദ്ദേഹം നൽകിയ കത്തിലൂടെ പറഞ്ഞിരിക്കുന്നു, രാകേഷ് അസ്താനയ്ക്കെതിരെ വാർഷിക റിപ്പോർട്ടിൽ നടത്തിയ പരാമർശങ്ങൾ എല്ലാം തന്നെ നിർത്തലാക്കണം, അല്ലെങ്കിൽ എല്ലാം തന്നെ ക്ലോസ് ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ പറയുന്ന KS ചൗധരി അദ്ദേഹത്തെ അലോക് കുമാർ വർമ്മയെ വസതിയിൽ വന്നു കണ്ടിരുന്നു. അത് എന്തായാലും തന്നെ പരാമർശങ്ങൾ പിൻവലിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നൊരു ഓഫർ നൽകുകയും ചെയ്തിരുന്നെന്ന് അലോക് കുമാർ വർമ്മ തന്നോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പട്നായിക് AK പട്നായിക് വ്യക്തമാക്കിയത്. അപ്പൊ അതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള നിഗൂഢത ഈ വിഷയത്തിലൂടെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അലോക് കുമാർ വർമ്മ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും സർവീസിൽ വന്ന സമയത്ത് 48 മണിക്കൂർ മാത്രമേ അധികാരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ 48 മണിക്കൂറിൽ തന്നെ അദ്ദേഹം പല ഉത്തരവുകൾ റദ്ദാക്കുന്നു, പല ഉത്തരവുകൾ നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറാവുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്, പ്രധാനമന്ത്രിയുടെ ഓഫീസിലുള്ള IAS ഉദ്യോഗസ്ഥൻ കൽക്കരി അഴിമതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അഴിമതി എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ FIR കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയി എന്നുള്ള ഒരു ഉത്തരവ് വന്നിരുന്നു. ആ ഉത്തരവിൽ FIR ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നതും. ആ ഉത്തരവ് കൂടി കഴിഞ്ഞ ദിവസം നാഗേശ്വർ റാവു ക്യാൻസൽ ചെയ്തിരിക്കുന്നു. നാഗേശ്വർ റാവു ആണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ്. അദ്ദേഹം മോദിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനാണെന്ന് വരുന്നത് എന്നത് ഏറ്റവും വലിയ ശ്രദ്ധേയപരമായ കാര്യം. എന്തായാലും നമുക്ക് ഈ CBI കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയാനുള്ള കാര്യം, എന്തായാലും ഭരണഘടനാ സ്ഥാപനങ്ങളെ താറുമാറാക്കുക എന്നതാണ് മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണ് CBI കേസും. അതുപോലെ തന്നെ RBIയുടെ കാര്യങ്ങൾ നോക്കിയാൽ അതും അങ്ങനെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെ. എന്തായാലും ഇതിൽ തന്നെ വ്യക്തമായ നിഗൂഢതയുണ്ട്, ഗൂഢലക്ഷ്യങ്ങളുണ്ട്. എന്നാലും കോൺഗ്രസ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും തന്നെ അടുത്ത ദിവസം തന്നെ എന്തായാലും അലോക് കുമാർ വർമ്മ മാധ്യമങ്ങളെ മുന്നിൽ വരും, അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും റഫേൽ അടക്കമുള്ള എല്ലാ വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല തെളിവുകളും പുറത്തുവിടുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. എന്തായാലും റഫാൽ വിഷയത്തോടൊപ്പം തന്നെ അതോടൊപ്പം കൂടുതൽ ശക്തമായ രീതിയിൽ CBI അലോക് കുമാറിന്റെ വിഷയം കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇടവേള. ശബരിമല വിഷയത്തിൽ സംഘപരിവാർ അനുകൂല പ്രസ്താവനയുമായി കോൺഗ്രസ് നേതാവ് AK ആന്റണി. സുപ്രീം കോടതി ശബരിമല കേസിൽ പുറപ്പെടുവിച്ച വിധിന്യായം തെറ്റാണെന്ന് AK ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു. വിവരങ്ങൾ ലെസ്ലി നൽകും. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് വിരുദ്ധമായതും സംഘപരിവാറിനെ സഹായിക്കുന്ന തരത്തിലുമാണ് ഇന്ന് AK ആന്റണി തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം കോടതി വിധിക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. KPCCയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് നേതൃ സംഗമത്തിലായിരുന്നു അദ്ദേഹം തന്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഉയർത്തിക്കാട്ടിയത്. കോടതി വിധി തെറ്റാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ അപക്വമായ രീതിയിലുള്ള കോടതി വിധിയാണ് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. സുപ്രീം കോടതിക്കും ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയെന്നാണ് എൻ്റെ അഭിപ്രായം. ശബരിമല പ്രശ്നത്തിൽ സുപ്രീം കോടതിക്കും എടുത്തിയാട്ടമായി പോയതാണ് എൻ്റെ അഭിപ്രായം. കുറച്ചുകൂടി പക്വമായി കൈകാര്യണ്ടായിരുന്നു. ശബരിമല കോടതി വിധി വന്ന ഘട്ടത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും BJP നേതൃത്വവും ഇതിനെ സ്വാഗതം ചെയ്തുവെങ്കിലും പിന്നീട് കേരളം കണ്ടത് ഇതിൽ നിന്നും മലക്കം മറിയുന്നതാണ്. തുടർന്ന് സംഘപരിവാർ സംഘടനകളും BJPയും ശബരിമല വിഷയം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ ഉടനീളം കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തതും കേരളം കണ്ടിരുന്നു. ഈ കാഴ്ചകളെയെല്ലാം ശരിവെക്കുന്ന തരത്തിൽ, ഇതിനെല്ലാം ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഇന്ന് പ്രവർത്തക സമിതി അംഗം കൂടിയായ AK ആന്റണി തന്റെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. വർഷങ്ങളായി ഇന്ത്യയിൽ വൈവിധ്യമാർന്ന ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ആ നിലനിൽക്കുന്ന ആചാരങ്ങളെ ഒറ്റ കൽപ്പന കൊണ്ട് കൂട്ടിച്ചേർക്കാമെന്നോ അല്ലെങ്കിൽ ഒതുക്കാമെന്നോ കരുതേണ്ടതില്ല എന്നുള്ള താക്കീതും കോടതിക്ക് നൽകുന്ന തരത്തിലായിരുന്നു AK ആന്റണി തന്റെ വാക്കുകളിൽ വ്യക്തമാക്കിയത്. ഇന്ത്യയിലെ ജനങ്ങൾ വ്യത്യസ്തരാണ്. വ്യത്യസ്ത ആചാരങ്ങൾ ഒന്നല്ല, 10 അല്ല, 100 അല്ല, 1000 അല്ല, ലക്ഷക്കണക്കിന് വ്യത്യസ്തകൾ രാജ്യത്തുണ്ട്. ഈ വ്യത്യസ്തകളെല്ലാം കൂടി ഒരു ദിവസം ഒരു കൽപ്പനയിൽ കൂടി ഒന്നാക്കാൻ തീരുമാനിച്ചാൽ നടക്കില്ല.
എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ വർഗീയത ഉയർത്തിക്കാണിച്ച് കോൺഗ്രസ് നടത്തുന്ന ആശയങ്ങൾക്കും മത്സരങ്ങൾക്കും ഒപ്പം തന്നെ പ്രചരണത്തിനും വിരുദ്ധമായ നിലപാടാണ് AK ആന്റണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം ഗൗരവമായി കരുതുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കേരളത്തിൽ സംഘപരിവാറിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ നിലവിലത്തെ പ്രവർത്തനമെന്ന ആക്ഷേപം നിലനിൽക്കെ തന്നെയാണ് കേന്ദ്ര പ്രവർത്തക സമിതി അംഗം കൂടിയായ AK ആന്റണി സംഘപരിവാറിനെ സഹായിച്ചുകൊണ്ടുള്ള ന്യായീകരിച്ചുകൊണ്ടുള്ള വാക്കുകളുമായി ഇന്ന് രംഗത്ത് വന്നത്. ആലപ്പാട് വിഷയത്തിൽ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. പ്രദേശവാസികളുടെ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് ബുധനാഴ്ച യോഗം. വിവരങ്ങൾ ലെസ്ലി ജോൺ നൽകും. ആലപ്പാട് കരിമണൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങളും പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബുധനാഴ്ചയാണ് ഇത് സംബന്ധിച്ച യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത്. ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള റിപ്പോർട്ടുകളും എല്ലാം ശേഖരിക്കുകയും ഇത് സംബന്ധിച്ച കൃത്യമായ പരിശോധന നടത്തുകയുമാണ് യോഗത്തിന്റെ ലക്ഷ്യം. ഇതിനുശേഷമായിരിക്കും കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അനന്തര നടപടിയിലേക്ക് സർക്കാർ പോകുക. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ ചർച്ചയാകാനുള്ള തയ്യാറെടുപ്പുകളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ വ്യക്തമാക്കുകയും ചെയ്തു. ജനങ്ങളോട് ആശങ്ക ഉന്നയിച്ചാൽ ചർച്ച വേണ്ടിവരും. അത് വ്യവസായ വകുപ്പ് അതിനാവശ്യമായി മുൻകൈയെടുക്കും. നജാറി ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അവർ ഉത്തരവാദിത്വമില്ലാതെ അവിടെ മൈനിങ് നടത്തിക്കൂടാ. കര പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടത്തണം എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. അത് ഗവൺമെന്റ് ആ കാര്യത്തിൽ ജനങ്ങളോടൊപ്പമാണ് ഗവൺമെന്റ്. ഒരു പ്രദേശത്തിന്റെ ആവാസ് വ്യവസ്ഥയെ മൊത്തവും തകർത്തുകൊണ്ടുള്ള ഖനനം അനുവദിക്കാനാകില്ല എന്നുള്ള നിലപാട് ഇതിനോടകം തന്നെ മന്ത്രി ജി സുധാകരനും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥ ഇല്ലാതാകത്തക്ക വിധം ഖനനം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അത് അംഗീകരിക്കപ്പെട്ട നിയമമാണ്. അതിന് പ്രയാസമില്ലാത്ത തരത്തിൽ വേണേൽ കരിമണൽ മാത്രം മാറാനാണ് പ്രശ്നം. കുഴിക്കേണ്ട കാര്യമില്ല. പാരിസ്ഥിതിക വിഷയങ്ങളിൽ എപ്പോഴും CPI സമരക്കാർക്കൊപ്പമാണെന്നും സർക്കാർ രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കുമെന്ന വിശ്വാസമാണ് തങ്ങൾക്കുള്ളതെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഭൂമി നഷ്ടപ്പെടുന്നോ ഒക്കെ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. ജനങ്ങളുടെ ജീവനത്തിൻ്റെ പ്രശ്നവുമുണ്ട്. അതുകൊണ്ട് അതിന് നിയമസഭാ കമ്മിറ്റി ചില ശുപാർശകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് രമ്യമായി സർക്കാർ ഒരു തീരുമാനമെടുക്കും. എന്തായാലും കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് പല ഭാഗങ്ങളിൽ നിന്നും ഇടപെടൽ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പാരിസ്ഥിതിക ആഘാതം ഇല്ലാതെ ഈ പ്രദേശത്തെ എങ്ങനെ ഖനനം സാധ്യമാകൂ എന്നുള്ളതിനെ കുറിച്ചായിരിക്കും സർക്കാർ കൂടുതലായി പരിശോധിക്കുക. എത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളില്ലാത്ത തരത്തിൽ ഖനനവും കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശമാണ് സർക്കാരിനുള്ളത്. എന്തായാലും ബുധനാഴ്ച നടക്കുന്ന യോഗം നിർണായകമായിരിക്കും. ഇടവേള. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. മകരവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ സജ്ജീകരണവും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. റീനുവിന്റെ റിപ്പോർട്ട് കാണാം. ഇന്നും അയ്യപ്പ ദർശനത്തിനായി അയ്യപ്പന്റെ സന്നിധിയിലേക്ക് വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൃത്യമായി പോലീസിന്റെ ഒരു കണക്കനുസരിച്ച് 5 മണിവരെ 50,400-ലധികം അയ്യപ്പ ഭക്തരാണ് ഇവിടെ എത്തി ദർശനം കഴിഞ്ഞ് മടങ്ങുന്നത്. പമ്പ വഴി ഉള്ള കൃത്യമായ പോലീസിന്റെ കണക്കാണ്. എരുമേലി വഴിയും അതുപോലെ തന്നെ പുൽമേട് വഴിയുമുള്ള കണക്ക് വ്യത്യസ്തമായി നമുക്ക് ലഭ്യമാകേണ്ടിയിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവുമായി പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടത്. 20 പേരടങ്ങുന്ന സംഘമാണ് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്രയിൽ അനുഗമിക്കുന്നത്. ഇന്ന് അയിരൂർ ക്ഷേത്രത്തിലാണ് അവർ വിശ്രമിക്കുന്നത്. നാളെ പുലർച്ചെ അവിടെ നിന്ന് പുറപ്പെടും. ശേഷം നാളെ ലാഹയിലാണ് പർണശാല കെട്ടി അവർ തങ്ങുന്നത്. ശേഷം അവിടെ നിന്ന് മറ്റന്നാൾ മകരവിളക്ക് തെളിയുന്ന മറ്റന്നാൾ 6 മണിയോടുകൂടി അവർ ഇവിടേക്ക് എത്തും. ദേവസ്വം ബോർഡ് അധികൃതർ, ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ച് സ്വീകരിച്ച് ആനയിച്ച ക്ഷേത്രനടയിലേക്ക് കൊണ്ടുപോകും. ശേഷം തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. ആ ദീപാരാധന നടക്കുന്ന സമയത്താണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത്. തുടർന്ന് ആണ് മറ്റ് ആചാരക്രമമുള്ള മറ്റ് വിശേഷ പൂജകളും ഒക്കെ തന്നെ നടക്കുന്നത്. ശേഷം 19ഓടുകൂടി ഹരിവരാസനം പാടി നടയടയ്ക്കും എന്നുള്ളതാണ്. മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു. കൃത്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരിച്ചുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അയ്യപ്പന്മാർക്കുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് കമ്മീഷണർ N. വാസു ഞങ്ങളോട് പ്രതികരിച്ചത്. ഈ വർഷത്തെ
മകര സംക്രമ പൂജ 7:52 അപ്പോൾ അതിനു മുമ്പ് 6 മണിക്ക് പന്തളത്തുനിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം ശബരിമല സന്നിധാനത്ത് എത്തി ദേവസ്വം ബോർഡ് ഭാരവാഹികൾ സ്വീകരിച്ച് പിന്നെ ശ്രീകോവിലിൽ കൊണ്ടുപോയി അത് ചാർത്തി 6 ദീപാരാധനയ്ക്ക് ശേഷം 7:40 നട അടച്ചിട്ട് 7:52 മകര സംക്രമം. പോലീസും മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം കൃത്യമായി തന്നെ 144 പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ തടയാൻ വേണ്ടി തന്നെ കൃത്യമായ ഒരുക്കങ്ങൾ പോലീസ് ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, പമ്പയിൽ പർണശാല കെട്ടി വിരിവയ്ക്കുവാനുള്ള അവസരം ഇക്കൊല്ലം ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം വലിയൊരു പ്രളയം ബാക്കി വെച്ച പമ്പയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പമ്പയിലെ ഹിൽ ടോപ്പിൽ ഒന്നും തന്നെ വിരിവയ്ക്കുവാനോ പർണശാല കെട്ടുവാനോ ഉള്ള ഒരു കൃത്യമായിട്ടുള്ള സജ്ജീകരണം അനുവദിക്കില്ല എന്നുള്ളതാണ് പോലീസും ദേവസ്വം ബോർഡ് അധികൃതരും അറിയിച്ചിട്ടുള്ളത്. മറ്റ് സന്നിധാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ 8 ഇടങ്ങളിലാണ് കൃത്യമായി പർണശാല കെട്ടുവാനും അതുപോലെ തന്നെ വിരിവയ്ക്കുവാനുമുള്ള ഒരു അവസരം മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 മണിയോടുകൂടിയാണ് ഇവിടെ ദേവസ്വം ബോർഡ് അധികൃതർ ക്ഷേത്രനടയിലേക്ക് എത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നത്. ശേഷമാണ് കൃത്യമായിട്ടുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്നതും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതും. ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.